സുഹൃത്തെ, ഞാൻ ജസ്റ്റിൽ മാസ്റ്റേജിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് സദേൺ റെയിൽവേയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അപ്രൻറ്റിഷിപ്പ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റേജ് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ ഉണ്ടാകുമല്ലോ. എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സദേൺ റെയിൽവേയിൽ ചെന്നൈ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിലേക്ക് നമ്മുടെ കേരളം, തമിഴ്നാട് ഈ ഏരിയയിൽ പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നോക്കിയിരിക്കുന്നൊരു അവസരമാണ് സദേൺ റെയിൽവേയിലുള്ള അപ്രൻറ്റിഷിപ്പ് വേക്കൻസികൾ. എന്നോട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേക്കൻസികൾ വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട്. എന്തായാലും സദേൺ റെയിൽവേയിൽ ഇപ്പോൾ ഈ അപ്രൻറ്റിഷിപ്പ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. 2860 വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക തമിഴ്നാട്ടിലുള്ളവർ, പുതുച്ചേരിയിലുള്ളവർ, കേരളത്തിലുള്ളവർ, പിന്നെ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് ഐലൻഡുകളിലുള്ളവർ, പിന്നെ ആന്ധ്രാപ്രദേശിൻ്റെ കുറച്ച് ഭാഗം, പിന്നെ കർണാടകത്തിലുള്ള കുറച്ച് ഭാഗം, കർണാടകത്തിലുള്ള ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്രൻറ്റിഷിപ്പ് വേക്കൻസികളാണ് വന്നിട്ടുള്ളത്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ചത് ജനുവരി 29 ആരംഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഇതിലേക്ക് പ്രധാനമായിട്ടും വേക്കൻസികൾ വന്നിട്ടുള്ളത് +2 ITI, SSLC +2 ITI ഈ യോഗ്യതകളുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അതിനെ കൂടുതൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേക്കൻസികളാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതിലുള്ള ലിങ്ക് കൊടുക്കുക കേട്ടോ. പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അവിടെ തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്രധാനമായിട്ടും വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫിറ്റർ, വെൽഡർ, പിന്നെ MLT ഉണ്ട് കേട്ടോ. MLT എന്ന് പറയുമ്പോൾ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസ്, റേഡിയോളജിയിൽ, പാത്തോളജിയിൽ, കാർഡിയോളജിയിലൊക്കെ MLT ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഫിറ്റർ, ടേണർ, മെഷീനിസ്റ്റ്, വെൽഡർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, കോപ്പ, കാർപ്പൻ്റർ, ഇലക്ട്രോണിക്സ് മെക്കാനിക്സ്, പ്ലംബർ, ഡീസൽ മെക്കാനിക്, പെയിൻറ്റർ, അങ്ങനെ ഒരുവിധ എല്ലാവിധ ട്രേഡുകളിലേക്കും വേക്കൻസികൾ ഉണ്ട്. ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല. ഓരോരോ സദേൺ റെയിൽവേയിലുള്ള വിവിധ ഡിവിഷൻസിലേക്കാണ് അവസരങ്ങൾ ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത 10ാം ക്ലാസ് +2 പിന്നെ ITI എന്നുള്ളതാണ്. ഫിറ്ററൊക്കെ ആണെങ്കിൽ 2 വർഷം, വെൽഡർ, ഗ്യാസ് കട്ടർ ഒക്കെ ഉള്ളവർ, ഗ്യാസ്, ഇലക്ട്രിക് ഒക്കെ ഉള്ളവർക്ക് 1 വർഷം മുതൽ 3 മാസം വരെയാണ്. 1 year and 3 months വരുന്നുണ്ട്. മറ്റേത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനൊക്കെ ആണെങ്കിൽ 1 year and 3 months, അങ്ങനെ 2 വർഷത്തേക്കുള്ള വേക്കൻസികളുണ്ട്, അപ്രൻറ്റിഷിപ്പ് വേക്കൻസികളുണ്ട്. 1 വർഷം മുതൽ 1 വർഷം 3 മാസം വരെ ഉള്ളതുണ്ട്. അങ്ങനെയൊക്കെ വേക്കൻസികൾ വന്നിട്ടുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ പ്രധാനമായിട്ടും നിങ്ങളുടെ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റുകളിൽ മിനിമം ഒരു 50% മാർക്ക് നേടിയിരിക്കണം. ഓക്കെ, ഫിറ്റർ, ടേണർ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട് യോഗ്യതകൾ. ഫിറ്റർ, ടേണർ, മെഷീനിസ്റ്റ്, ഇലക്ട്രീഷ്യന്, മെക്കാനിക്, മോട്ടോർ വെഹിക്കിളൊക്കെ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, 50% മാർക്കോട് കൂടി, +2 പാസ്സായിരിക്കണം, പിന്നെ ITI പാസ്സായിരിക്കണം. 1 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ ട്രെയിനിങ്. അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ ട്രേഡ് ഏതാണോ എന്നുള്ളത് നോക്കിയിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കുക. കൃത്യമായിട്ട് 1 ഇയറിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഓക്കെ, 1 ഇയറിലേക്കാണ് സാധാരണ നമുക്ക് വരാറുള്ളത്, അപ്രൻറ്റിഷിപ്പ് വേക്കൻസികൾ വരാറുള്ളത്. ഓക്കെ, എന്തായാലും ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട എല്ലാവിധ ഡീറ്റെയിൽസും ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. പ്രോസസ്സിംഗ് ഫീസ് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത്. 100 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നുണ്ട്. പിന്നെ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബാങ്കിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വുമൺ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ് അവർക്കൊന്നും PWBD കാൻഡിഡേറ്റ്സിനൊന്നും ഫീസില്ല. ബാക്കി എല്ലാവർക്കും 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഏജ് ഒന്ന് നോക്കുക. ഏജിൻ്റെ കാര്യം പറയുമ്പോൾ SC/STക്കും OBCക്കും അതിൻ്റേതായിട്ടുള്ള പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കും.
SC/STക്കൊക്കെ ആണെങ്കിൽ സാധാരണ 5 വർഷവും OBCക്ക് 3 വർഷവും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കാറുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നവർ കേന്ദ്ര സർക്കാരിൻ്റെ അപ്രൻറ്റിഷിപ്പ് പോർട്ടലുണ്ട്, അതിലാദ്യം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്രൻറ്റിഷിപ്പ് പോർട്ടലാണ് www.apprenticeshippindia.gov.in എന്ന്. അതിൽ രജിസ്ട്രേഷനൊക്കെ വേണ്ടി വരും. അതിനുശേഷം ഇതിലും രജിസ്ട്രേഷൻ വേണ്ടി വരും. അതിൻ്റെ പ്രൊസീജിയറൊക്കെ നോക്കിയിട്ട് ചെയ്യുമല്ലോ. എന്തായാലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്തോളൂ. എന്തായാലും ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്. ഫെബ്രുവരി 28 വരെ നിങ്ങൾക്ക് വൈകിട്ട് 5 മണി വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓൺലൈനായിട്ട് സൂക്ഷ്മമായിട്ട് അപ്ലൈ ചെയ്യുക. എന്തായാലും അപ്രന്റീസ്ഷിപ്പ് നോക്കി നിൽക്കുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. 2860 വേക്കൻസികളുണ്ട്. പ്രധാനമായിട്ടും സൗത്ത് ഇന്ത്യക്കാർക്ക് വന്നിട്ടുള്ള വേക്കൻസികളാണ്. പ്രധാനമായിട്ടും കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങൾക്ക് വന്നിട്ടുള്ള വേക്കൻസികളാണ്. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ ആർക്കും മിസ്സായി പോകണ്ട. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുവരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ.